സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 17 തിരുവചനം. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18 അധ്യായം 17 തിരുവചനത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഉള്ള യോഗ്യത അഥവാ അർഹത എന്താണ് എന്നാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ദൈവരാജ്യം? ദൈവികമായിട്ടുള്ള രക്ഷ കരസ്ഥമാക്കിക്കൊണ്ട് ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവം, സ്വർഗ തുല്യമായ ഭൂമിയിലെ ജീവിതമെന്ന് പറയാം. സ്വർഗം മരണാനന്തരമുള്ള മനുഷ്യാത്മാവിൻ്റെ വാസസ്ഥലമാണ്. എന്നാൽ ദൈവരാജ്യമോ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ദൈവത്തോടൊപ്പം സ്വർഗതുല്യമായ വാസം, ഇതിനെയാണ് ദൈവരാജ്യമെന്ന് പറയുന്നത്. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം നാം പ്രാപിക്കുവാൻ നമുക്കാവശ്യമായിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഒരു ശിശു സഹജമായ ഹൃദയത്തോടെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. ഇത് സാധ്യമായി തീരുന്നത് ദൈവപുത്രനെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലൂടെയാണ്. യേശു നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ പാപം മർത്യൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നു. കാരണം യേശു വെളിച്ചമാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ യേശുവാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ സംഭവിക്കുന്നത് ഇരുട്ടിൻ്റെ അധികാരമായ പാപത്തിൻ്റെ ശക്തി, അന്ധകാര വ്യാപാര ശക്തികളുടെ പാപത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ, ഇതെല്ലാം പുറത്തു പോകുന്നു. അപ്രകാരമാണ് മനുഷ്യൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്. ഇത് യേശുവിൻ്റെ രക്തത്താൽ സാധ്യമായി തീരുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. സ്വർഗത്തിൽ വസിച്ചിരുന്ന ദൈവം മാനവരാശിയുടെ പാപ പരിഹാര ബലിയായി തീർന്നതുകൊണ്ട് ആ യേശുവാകുന്ന വെളിച്ചവും ആ യേശുവിൻ്റെ രക്തവും മർത്യനെ നിഷ്കളങ്കനാക്കി തീർക്കുന്നു, പാപരഹിതനാക്കി തീർക്കുന്നു. ഇങ്ങനെ നാം ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നാം ശിശുക്കളെ പോലെ നിഷ്കളങ്കരായിത്തീരുന്നു. ഇങ്ങനെ നിഷ്കളങ്കരായിത്തീരുന്ന നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു. ഈ ഭൂമിയിൽ സ്വർഗതുല്യമായ ജീവിതം നയിക്കാനിടയായി തീരുകയും ചെയ്യുന്നു. ഈ സത്യം യേശു വെളിപ്പെടുത്തിയത് യേശു തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന പശ്ചാത്തലമാണ്. ആ സമയം ശിഷ്യന്മാർ അവരെ ശാസിക്കുകയാണ്. എന്നാൽ യേശു ശിശുക്കളെ അരികെ വിളിച്ച് അവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു. കുഞ്ഞുങ്ങളെ തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ തടഞ്ഞവരെ ശാസിക്കുകയും ചെയ്തു. തുടർന്നാണ്
ഈ വലിയ സത്യം കർത്താവ് വെളിപ്പെടുത്തിയത്. ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല. ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളുന്ന അനുഭവം, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. ഈ അനുഭവത്തിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പോൽക്കാലം നമ്മെ സഹായിക്കുമാറാവട്ടെ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം.